ഇതിനൊക്കെ പുറമെ വളരെ ഇതായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു വിഷയമാണ് വളരെ ചിലവ് കുറഞ്ഞ് നമ്മളെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതുമായ ഒരു ചെറിയ ഒരു പൂവിൻ്റെ ഒരു സഹായം കൊണ്ട് നമുക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ആ പൂവിൻ്റെ പേരാണ് ചെമ്പരത്തി പൂവ്. ഇതിന് വളരെ ശാസ്ത്രീയമായ എടുത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന AHA എന്ന് പറയുമ്പോൾ നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചർമ്മം എങ്ങനെ മിനുസപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം കുറച്ചുകൂടി എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിറം വയ്ക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളും ശാസ്ത്രീയമായ തെളിവുകളും അതിൻ്റെയുള്ള പരിഹാര മാർഗങ്ങളും ഒക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ ചർമ്മത്തിന് നിറം കൊടുക്കുന്നത് അത് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും മെലാനിൻ എന്നൊരു പിഗ്മെൻ്റ് വഴിയാണ്. എങ്കിൽ പോലും പൊതുവേ മനുഷ്യനെ ഒരു വെളുപ്പിനോടൊരു പ്രതിബദ്ധത, അല്ലെങ്കിൽ ഒബ്സഷൻ ടു ദ വൈറ്റ് എന്ന് പറയും. വെളുപ്പിനോടൊരു പ്രതിബദ്ധത വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ എങ്ങനെ വെളുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെ നിറം വയ്ക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. തീർച്ചയായും നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളെ കറുപ്പും വെളുപ്പും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ജീനിനൊരു പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ തൊലിയുടെ നിറം കൂട്ടുവാനായി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മെലാനിൻ എന്നുള്ള പിഗ്മെൻ്റാണ് തൊലിക്ക് നിറം കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും പൊതുവെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് വളരെ മനോഹരമായ ഒരു സ്കിന്ന്, അല്ലെങ്കിൽ ഒരു വെളുത്ത ചർമ്മം കൊടുക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് ഗ്ലൂട്ടോതയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഗ്ലൂട്ടോതയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് താനും. ഇനി പുറമെ ചില ഭക്ഷണങ്ങൾ വഴി നമുക്കത് കൊടുക്കാനും കഴിയും. ഈ ഗ്ലൂട്ടോതയോണിൻ തന്നെ സർവ്വസാധാരണമായി ഇന്ന് ശരീരം നിറം വയ്പ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി IV ആറ്റും ഓറൽ പിൽസാറ്റും ഒക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം കാര്യങ്ങൾ കഴിച്ച് തീർച്ചയായും നമ്മുടെ നിറം മെച്ചപ്പെടുത്താമെന്നുള്ളൊരു തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഗുരുതരമായ പല ഭവിഷ്യത്തുകളുണ്ട്. പലപ്പോഴും ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദീർഘകാലത്തെ ഉപയോഗം, അല്ലെങ്കിൽ പലരിലും അത് കരളിനും ബാക്കിയുള്ള വൈറ്റൽ ഓർഗൻസിന് പലതരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഗ്ലൂട്ടോതയോൺ ഇപ്പോൾ ഇഞ്ചക്ഷനായിട്ടോ ഗുളിയായിട്ടോ കഴിക്കുന്ന ഒരു പ്രവണത വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു. കാരണം അത് ഒരുതരം ആപത്ത് ഉണ്ടാക്കുമെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ്. എങ്കിൽ പോലും ഗ്ലൂട്ടോതയോൺ അടങ്ങിയ ഭക്ഷണം നമുക്ക് വളരെ സുലഭമായി ഉണ്ട്, അത് നമുക്ക് മെച്ചപ്പെടുത്താമെന്നുള്ളതാണ്. അത് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ ചർമ്മ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ നിറം മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാതിരിക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മളൊരു കാറ് വാങ്ങിയിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരു പുതിയ വസ്തുവാണെങ്കിലും ശരി, നമ്മളത് വളരെ തുടച്ച് ഭംഗിയായി സൂക്ഷിച്ചാൽ മാത്രമേ അതെന്നും പുതുതായിരിക്കുകയും അതിൻ്റെ തനിമ നിലനിർത്തുകയും ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും കാര്യം. നമ്മൾ ഒരുപക്ഷെ പുറമേ ഉള്ള ഒരു ക്ലീനിങ് ഒരു പ്രോസസ്സിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കരളിനകത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി പുറന്തള്ളപ്പെട്ട് കഴിയുമ്പോൾ തന്നെ തീർച്ചയായും നമ്മുടെ ശരീരം നിറം വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ആഹാരം വഴി, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് കളർ അടങ്ങിയിരിക്കുന്ന ഇന്ന് ഉള്ള വിപുലമായി നമ്മളെല്ലാം കഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ നമുക്ക് കിട്ടുന്നതായ നമ്മളെ ഈ ജങ്ക് ഫുഡുകളിൽ കളർ ചേർത്തിട്ടുള്ള പല ഭക്ഷ്യ സാധനങ്ങളിലും ഉള്ള കെമിക്കൽസ് ഒരുപാട് തരത്തിൽ നമ്മുടെ കരളിനെ ദോഷം ചെയ്യുന്നു. അപ്പോൾ അതൊരു തരം മാലിന്യമാണ്. തീർച്ചയായും പരിസ്ഥിതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന അതിലേറ്റവും പ്രധാനമായി പറയേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യമാണെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് നമ്മളിങ്ങനെ ശരിക്കും ശ്വസിച്ച് തന്നെ ഒരുപാട് ഉള്ളിലോട്ട് നമ്മൾ ശരീരത്തിനകത്തോട്ട് കയറ്റുന്നു എന്നുള്ളതാണ്. ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ചില വിഷവസ്തുക്കളും ചില രാസവസ്തുക്കളും നമ്മുടെ ശരീരത്തിന് ദോഷമായി ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ, അതായത് പിത്താശയക്കല്ലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ
ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ബിലിറുബിൻ എന്ന് പറയുന്ന ഇതിനെ നമ്മളെ പിത്തരസത്തിൽ കടത്തി വിട്ടിട്ട് അത് പിന്നെ മലമൂത്ര വിസർജനത്തിൽ കൂടി ആ മാലിന്യം പുറത്ത് കളയുന്നു എന്നുള്ളതാണ്. ഇതും കരളിൻ്റെ പ്രധാനമായ ഒരു ധർമ്മമാണ്. ആ വീഡിയോയുടെ ലിങ്ക് പിത്താശകലികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ആ വീഡിയോയുടെ ലിങ്ക് തീർച്ചയായും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുകൂടെ നോക്കാമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും ശരീരത്തിനകത്ത് മാലിന്യം അടിഞ്ഞു കൂടിയാൽ അത് തീർച്ചയായും നമ്മളെ ചർമ്മത്തെ ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിധിയിലധികം മദ്യപിക്കുകയും അല്ലെങ്കിൽ പരിധിയിലധികമായി തരത്തിൽ കരളിന് ഡാമേജുള്ള ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് നമുക്ക് തിരിച്ചറിയാം. എൻ്റെ മുഖത്തും അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ കൈമുട്ടുകളിലും കാലുകളിലും ഭയങ്കര കറുത്ത ഇരുണ്ട പാടുകൾ കാണും. ആ പാടുകൾ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് കരൾ സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കും. ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ശരീരം തന്നെ തിരിച്ചറിയുവാൻ ചില മാർഗങ്ങളിലൂടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളിൽ വെച്ച് കരളിന് ദോഷമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരൊറ്റ കാര്യം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കരളിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് പുറമേ പ്രതിഫലിക്കുമെന്നാണ്. അപ്പോൾ ശരീരം തിളക്കമുള്ള ചർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഞാൻ ഈ പറഞ്ഞ ഗ്ലൂട്ടോതയോണിൻ്റെ കാര്യം പറയുന്നു. ആ ഗ്ലൂട്ടോതയോണിൻ്റെ അകത്തുള്ള എന്താണ് ഗ്ലൂട്ടോതയോണിൻ്റെ ധർമ്മം എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഗ്ലൂട്ടോതയോണിൻ്റെ ധർമ്മം യഥാർത്ഥത്തിൽ അത് മെലാനിൻ പ്രൊഡക്ടിവിറ്റിയെ ഒന്ന് പരിമിതപ്പെടുത്തുന്നു. മെലാനിൻ പ്രൊഡക്ടിവിറ്റിയെ അതിൽ പരിമിതപ്പെടുത്തുന്നു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ചുകൂടി ദൃഢപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ അതൊരു ഡീടോക്സിഫൈങ് സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരളിനകത്തുള്ള വിഷവസ്തുക്കളെ ഡീടോക്സിഫൈ ചെയ്യാൻ നമ്മുടെ ഗ്ലൂട്ടോതയോണിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിൽ പറഞ്ഞിരുന്നാലും കരൾ ഡീടോക്സിഫൈ ചെയ്യണം. എങ്ങനെ കരളിനെ ഡീടോക്സിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് കരളിന് സ്വാഭാവികമായി ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരളിന് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഫാറ്റി ലിവർ പോലുള്ള സംവിധാനങ്ങൾ വരാതിരിക്കുക, കരളിന് ഗുണകരമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് ഫാസ്റ്റിങ്ങിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനൊക്കെ ആ ഫാസ്റ്റിങ്ങിൻ്റെ സഹായിക്കുന്ന തരത്തിലുള്ള ക്രാഷ് ഡയറ്റിംഗ് ആണെങ്കിൽ നമുക്കത് ദോഷം ചെയ്യും. ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നമുക്കിവിടെ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ മാലിന്യം പുറത്തുള്ള കരൾ ഡീടോക്സിഫൈ ചെയ്യണം. കരൾ ഡീടോക്സിഫൈ ചെയ്യാൻ കരളിന് അനുയോജ്യമായ ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണം നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടോതയോൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലൂട്ടോതയോൺ നമുക്ക് IV ആയിട്ടോ ഗുളിയായിട്ടോ കഴിക്കുന്നതിന് വരെ ഭക്ഷണക്രമ ഇതിൽ നിന്നും കിട്ടുമെന്നുള്ള പ്രധാനമായിട്ടും ബ്രോക്കോളിയും ക്യാബേജും ബ്രോക്കോളിയും പറയുന്ന കൂട്ടത്തിൽ പ്രധാനമായും പറയാനുള്ള 3 കാര്യങ്ങളാണ്. അത് മുരിങ്ങയിലയും മുന്തിരിയും മഞ്ഞളുമാണ്. അപ്പോൾ അതിനകത്ത് മഞ്ഞൾ നമുക്കറിയാം, മഞ്ഞൾ കുർക്കുമ്പ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കലോയിഡ് കുർക്കുമിൻ എന്ന് പറയാം. കുർക്കുമിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിനെ പൂർണ്ണമായിട്ടും പുറത്ത് തള്ളാനുള്ള കഴിവുള്ളതും അതിനോടൊപ്പം തന്നെ ഒരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉള്ളതുമാണ് മഞ്ഞൾ. പിന്നെ മുരിങ്ങയിലയിലുള്ള ധാരാളമായ അയൺ കണ്ടൻറ്റുകൾ നമ്മുടെ ശരീരത്തിനെ പരിപോഷിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഒപ്പം ഈ മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള റിസർവട്രോൾ എന്നൊരു സംവിധാനം അത് നമ്മുടെ ലിവറിൻ്റെ സെൽസിനെ റിപ്പയർ ചെയ്യുമെന്നുള്ളതാണ്. മുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടെ നമ്മൾ മറക്കാതിരിക്കുക. ഗ്ലൂട്ടോതയോണിൻ്റെ കാര്യം നമ്മൾ ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ക്യാബേജ്, ബ്രോക്കോളി, മുരിങ്ങയില, മഞ്ഞൾ, മുന്തിരി, ഇത്രയും മാത്രം നമ്മുടെ ഓർമ്മയിൽ മരണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബ്രോക്കോളിയും ക്യാബേജിൽ നിന്ന് വളരെയധികം നല്ല രീതിക്കുള്ള ഗ്ലൂട്ടോതയോണിൻ്റെ സ്വാഭാവികമായ ഒരു ഇത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കഴിക്കുക. അതുപോലെ എടുത്തു പറയാനുള്ള കാര്യമാണ് കൊളാജൻ്റെ വരുന്നത്. നമ്മളെ എപ്പോഴും ത്വക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ത്വക്കിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കൊളാജനാണ് സത്യത്തിൽ നമ്മുടെ ത്വക്കിന് എലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്.
പല്ലിൻ്റെയും എല്ലിൻ്റെയും അല്ലെങ്കിൽ ഈവൻ നഖത്തിൻ്റെയും മുടിയുടെ എല്ലാം തന്നെ കൊളാജൻ ഒരു പ്രോട്ടീനാണ്. ആ ഇതിൻ്റെ നിലനിൽപ്പിനും നമ്മളെ മാക്സിമം സഹായിക്കുന്ന, പലതരത്തിലും സഹായിക്കുന്നത് കൊളോജനാണ് ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുന്നത്, സ്വാഭാവികമായ ദൃഢത നിലനിർത്തുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നത്, ചർമ്മത്തിൻ്റെ ആൻറ്റി ഏജിങ് വരാതെ അതിൻ്റെ ചുളിവുകളൊക്കെ തടയാനുള്ള നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനമായ ഒരു ഘടകമാണ് കൊളോജൻ എന്ന് പറയുന്നത്. ആ കൊളോജൻ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രധാനമായും വെളുത്തുള്ളി, ഉള്ളിയുടെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഉള്ളിയിലുള്ള സൾഫർ കോമ്പൗണ്ടുകളൊക്കെ കൊളോജൻ സിന്തസിസിന് വളരെയധികം സഹായിക്കുന്നു. അതിനോടൊപ്പം നമുക്ക് സഹായിക്കും തൊലി കളയാതെയുള്ള മീന്, മുട്ട, ആ കാര്യങ്ങളൊക്കെ കൊളോജന്, പച്ച ഇലക്കറികൾ, ഇതൊക്കെ കൊളോജൻ നമുക്ക് പ്രൊഡക്ഷനെ കൂടുതലായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ശരി മാലിന്യം പുറമേ കളയുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കരളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ രണ്ട് കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം ഡീടോക്സിഫൈയിങ് ആണ് നമ്മുടെ വിഷയം, വിഷാംശം പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഡീടോക്സിഫൈയിങ് അത് മൂത്രം വഴിയും അല്ലെങ്കിൽ മലമൂത്ര വിസർജനം വഴിയും അല്ലെങ്കിൽ വേർപ്പ് വഴിയും ഡീടോക്സിഫൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ്. അപ്പോൾ ശരാശരി ഒരു 70 കിലോ ഉള്ള ഒരാൾ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. ഈ വെള്ളത്തിൻ്റെ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം, നാരങ്ങ വെള്ളത്തിന് വളരെയധികം നമ്മുടെ വൈറ്റമിൻ സിയുടെ ഒരു വലിയ കലവറയാണ്. ഒപ്പം നമ്മുടെ ഈ ബയലിൻ്റെ ഒഴുക്കിനെ കൂടുതലായിട്ട് ഒന്ന് കൂട്ടുവാനായിട്ടും അതുകൊണ്ട് ചില മാലിന്യങ്ങൾ പുറത്ത് കളയാൻ നമുക്ക് നാരങ്ങ വെള്ളം പൊതുവായി കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. വൈറ്റമിൻ സിയുടെ ഒരു കലവറയായതുകൊണ്ട് തന്നെ നമുക്കത് കൊളോജനെയും ബാക്കിയുള്ള പ്രൊഡക്ഷനെയൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ അപ്പോൾ അതിനോടൊപ്പം ഞാൻ പറഞ്ഞത് വെള്ളം ധാരാളം കുടിക്കണം. അതിനോടൊപ്പം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ സെൽസിനെ കുറിച്ചുള്ള എല്ലാ റിപ്പയറും കാര്യങ്ങളും ഒക്കെ ഭംഗിയായി നടക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉറക്കം ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ഒരു 6 തൊട്ട് 7 മണിക്കൂർ ഉറക്കം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ആവശ്യത്തിനുള്ള വിശ്രമം, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നി ഇത് ഇങ്ങനെ നമ്മുടെ അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അല്ലേ എന്നുള്ളത്. അവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്, ഇതിനകത്ത് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാനുള്ളത് കൊളാജൻ്റെ കേസിനകത്തും ഗ്ലൂട്ടോതയോണിൻ്റെ കേസിനകത്തും. ഗ്ലൂക്കോട്ടോതയോൺ കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ക്യാബേജും ബ്രോക്കോളിയും നമ്മൾ മറക്കാതിരിക്കുക. കൊളോജൻ നല്ല രീതിക്ക് കിട്ടുന്ന തരത്തിലുള്ള സൾഫർ കോമ്പൗണ്ട്സായ ഉള്ളി, സൾഫർ കോമ്പൗണ്ടുള്ള ഉള്ളി, വെളുത്തുള്ളി കാര്യങ്ങൾ, വെളുത്തുള്ളിയുടെ ഒരുപാട് പ്രയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഒരവസ്ഥയാണ് വെളുത്തുള്ളി. ഇതിനൊക്കെ പുറമെ വളരെ ഇതായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു വിഷയമാണ്, വളരെ ചിലവ് കുറഞ്ഞ് നമ്മളെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതുമായ ഒരു ചെറിയ ഒരു പൂവിൻ്റെ ഒരു സഹായം കൊണ്ട് നമുക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ആ പൂവിൻ്റെ പേരാണ് ചെമ്പരത്തി പൂവ്. ഇതിന് വളരെ ശാസ്ത്രീയമായ എടുത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തി പൂവ് ചെമ്പരത്തിപ്പൂവിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന AHA എന്ന് പറയുമ്പോൾ അത് ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നതും അതിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു, വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു, പിന്നെ മ്യൂസിലേജ് എന്നൊരു കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പറയാനുള്ളത്, ഈ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്ന ഈ ആൻറ്റി ഓക്സിഡൻസ് ഏജിങ്ങിനെ തടയുമെന്നാണ്. പ്രായം അങ്ങോട്ട് ചെല്ലാനുള്ള ആ ഒരു പ്രായാധിക്യം അങ്ങോട്ട് കൂടാതെ തടയുമെന്നുള്ളതാണ്. അതിലടങ്ങിയിരിക്കുന്ന മ്യൂസിലേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ അതായതായ അതിൻ്റെ ഈർപ്പവും പിന്നെ എലാസ്റ്റിസിറ്റിയും നിലനിർത്തുന്നു എന്നുള്ളതാണ്. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കൊളാജൻ്റെ ഒരു കലവറയാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ഈ പറയുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം അത് വളരെയധികം നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗത്തെ സവിശേഷതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലും തീരാത്തതാണ്. ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ ചെമ്പരത്തിപ്പൂവിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെമ്പരത്തിപ്പൂവ് തന്നെ ഒരു 3-4 ഒരു ചെമ്പരത്തിപ്പൂവ് എടുത്തതിന് ശേഷം അതിനോടൊപ്പം നമ്മളൊരല്പം തേനും തൈരും കൂടെ മിക്സ് ചെയ്ത് അതൊരു പാക്ക് പോലെയാക്കി മുഖത്തിടാമെന്നുണ്ട് എങ്കിൽ
മുഖത്തിടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകിക്കളയാമെന്നുണ്ട് എങ്കിൽ വളരെയധികം മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ പലപ്പോഴും ചെമ്പരത്തി ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം ആ ചെമ്പരത്തി വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, ഒരു പ്രാക്ടീസ് പോലെ നിങ്ങൾക്കിത് ചെയ്യാമെന്നുണ്ട് എങ്കിൽ കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ മുഖം ചെമ്പരത്തി പോലെ തന്നെ ചുവന്ന് തുറക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ചെമ്പരത്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആ ചെമ്പരത്തിയുടെ പലപ്പോഴും സ്ത്രീജന്യ രോഗങ്ങൾക്കെല്ലാം ചെമ്പരത്തി, അത് മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ വെള്ളം കുടിക്കാമെന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് സൗന്ദര്യപരമായ കാര്യങ്ങൾ നമ്മുടെ ചർമ്മം വെളുപ്പിക്കുന്നത്, പിന്നെ സ്കിന്നിന് ദോഷം വരുത്തുന്ന തരത്തിലുള്ള UV റേസ് അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. അത് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ UV റേസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഒരു സൺസ്ക്രീൻ ലോഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഞാൻ ഒരു കമ്പനിയോ ബ്രാൻഡോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്തുള്ള സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30-ന് മുകളിലുള്ള തരത്തിലുള്ള അനുയോജ്യമായ ഒരു സൺസ്ക്രീൻ ലോഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ തീർച്ചയായും പുറത്ത് കളയുവാൻ നമുക്കായാൽ അത് നമ്മുടെ പുറമേ നമ്മുടെ ശരീരത്തിൽ ത്വക്കിലാണ് അത് പ്രതിഫലിക്കുന്നത്. ആരോഗ്യമുള്ള കരളും ആരോഗ്യമുള്ള കിഡ്നി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളെ ചർമ്മം വെട്ടിത്തിളങ്ങും, അതിന് യാതൊരു സംശയവുമില്ല. പൊതുവെ അതിനൊപ്പം മെലാനിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഉള്ള തരത്തിലുള്ള ഗ്ലൂട്ടോതയോൺ നമുക്ക് ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുക. സ്കിന്നിനെ സഹായിക്കുന്ന കൊളാജൻ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി കഴിക്കുക. ആവശ്യത്തിനുള്ള ഉറക്കം 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ ആവശ്യമായിട്ടുള്ള ഉറക്കം, ആവശ്യത്തിന് ഹൈഡ്രേഷൻ ചെയ്യണം, നല്ല രീതിക്കുള്ള വെള്ളം കുടിക്കുക എന്നുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമ്മുടെ രൂപത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൻ്റെ കളറിന് മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ കറുപ്പിലും വെളുപ്പിലുമല്ല നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്നുള്ളതാണ് സത്യം. കറുത്തിരിക്കുന്നതുമായ എത്രയോ ആൾക്കാർ വളരെ സുന്ദരനും സുന്ദരിമാരുമായി നമുക്ക് കണ്ടുവരുന്നുണ്ട്. കറുപ്പിന് 7 അഴകെന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഒപ്പം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും ആരോഗ്യമുള്ള ചർമ്മമുണ്ട്, ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ചർമ്മമുള്ളൂ. അങ്ങനെ ആരോഗ്യമുള്ള ചർമ്മമുണ്ട് എങ്കിൽ അത് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും വളരെ ഭംഗിയായി ഇരിക്കുമെന്നുള്ളതാണ്. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം കാണപ്പെടുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിയോട് മമത തോന്നുന്നത് പക്ഷേ മറ്റൊരു വ്യക്തിക്ക് ആ വ്യക്തിയോട് തോന്നണമെന്നില്ല. അപ്പോൾ കാഴ്ചക്കാരൻ്റെ കണ്ണുകളിലാണ് സൗന്ദര്യത്തിൻ്റെ യഥാർത്ഥ നിലനിൽപ്പ് എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്നും ഇത് 100% നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താമെന്നുള്ള യാതൊരുവിധ തർക്കവുമില്ല. ഒപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്കിന്നിനെ പക്ഷേ പ്രശ്നത്തിലാക്കുന്ന അല്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. നമ്മളെ കഴുത്തിന് ചുറ്റും ചില കറുത്ത പാടുകൾ വരിക, മുഖത്ത് ചില വെള്ളപ്പാടുകൾ വരിക, അല്ലെങ്കിൽ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ. ആ പിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറ്റാം, എന്തുകൊണ്ടാണ് എന്നുള്ളത് തീർച്ചയായും അടുത്ത മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സശ്രദ്ധം നോക്കി നിങ്ങളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും വളരെ ആരോഗ്യമുള്ള ഒരു ചർമ്മം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.